ഗണേഷ് കുമാർ മന്ത്രി വഴിയിൽ തടഞ്ഞ് നിർത്തി ആ ഡ്രൈവർമാരെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു മാനസികമായ ബുദ്ധിമുട്ട് തോന്നി. കാര്യം ഒരു മന്ത്രി എന്ന രീതിയിൽ ആ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. കാരണം നേരത്തെ ആന്റണി രാജു ഇരിക്കുമ്പോൾ ഇവിടെ നിങ്ങളൊക്കെ ഈ തൊഴിലാളികൾ ആത്മഹത്യ ചെയ്യാൻ പോയിട്ടുണ്ട്. ശമ്പളം കിട്ടാതെ ഒരു കുട്ടികൾക്ക് ഭക്ഷണം മേടിക്കാനില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം മേടിക്കില്ലാതെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ട് ഈ മീഡിയാസിൻ്റെ മുമ്പിൽ വന്ന്. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഗണേഷ് കുമാർ കയറിയതിന് ശേഷമാണ് ഇതെല്ലാം മാറി എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു, എല്ലാം കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹം ആ വണ്ടികളുടെ വൃത്തി ഇതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ പിടിക്കും, കർശനമായ നിലപാട് സ്വീകരിക്കുന്നു പറയുമ്പോൾ നിങ്ങൾ അച്ചടക്കമുള്ള ആളുകളായി മാറി ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു ലാഭത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണ് ഈ ഗണേഷ് കുമാർ. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. കാര്യം അദ്ദേഹം രൂക്ഷമായിട്ട് ആ വഴിയിൽ തടഞ്ഞു നിർത്തി അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് പറയാം, സാർ ഇത് ഇങ്ങനെ പറ്റിയതാണ് എന്നുള്ള രീതിയിൽ ഒരു മാപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ വേണ്ട ഇത് ഞങ്ങളുടെ തെറ്റല്ല എന്ന് മനസ്സിലാക്കണമെന്ന രീതിയിൽ സംസാരിച്ച പ്രശ്നം തീർക്കാതെ വീണ്ടും അത് ഈ തൊഴിലാളികൾ ഇങ്ങനെ പ്രക്ഷോഭം നയിക്കുമ്പോൾ ഇതുപോലെ കാര്യശേഷിയുള്ള മന്ത്രിക്കും തോന്നും. നമ്മളാണ് ഇന്ന് ആലോചിച്ച് നോക്ക്, ഒരു സ്ഥാപനം നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ആ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുത്ത് നല്ല രീതിയിൽ ലാഭത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ഇതുപോലെ പ്രതികരണം തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്ഥാപനം നടത്തുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അതുപോലെ തന്നെയുള്ള മന്ത്രി അവിടെ ഇരുന്നുകൊണ്ട് ഈ പറഞ്ഞ ആന്റണി രാജു ഇറങ്ങിപ്പോയാൽ മാതിരി ഇറങ്ങിപ്പോവാം ഇദ്ദേഹത്തിനും. പക്ഷേ ഇദ്ദേഹം എന്നും ആ KSRTCയിൽ ഇതിൽ മുമ്പ് ഇരുന്നിട്ടുണ്ട്. അന്നും അത് നല്ലതാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തു ആയിക്കോട്ടെ, ഒരു മന്ത്രി പെണ്ണുപിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതൊന്നും അല്ല ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ആ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മന്ത്രിയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ MLA പറ്റി ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് MLA പെണ്ണുപിടിക്കണ്ടോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ വല്ല ബലാത്സംഗം ചെയ്യുകയോ അതുപോലെ പെണ്ണുങ്ങളെ കയറി പിടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് പ്രതികരിക്കാം. ഇവിടെ ഇപ്പോൾ വളരെ മോശകരമായ രീതിയിൽ മന്ത്രിയും MLAയും അവരൊക്കെ പെണ്ണുപിടിക്കണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ ചാനലുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലല്ലോ പ്രധാനം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ വകുപ്പ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള ഒരു മന്ത്രിയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മന്ത്രിയെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പ്രതികരണം ശരിയല്ല. പക്ഷെ മന്ത്രി ചെയ്തത് ശരിയല്ല, കാരണം മന്ത്രി ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാലും അത് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കണ്ടേ.